ക്ഷമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര കാലമാണ് ഇങ്ങനെ ക്ഷമിക്കുക? എന്തെല്ലാം കാര്യങ്ങളിലാണ് ക്ഷമിക്കുക? വിശ്വാസികൾ എന്ന നിലയ്ക്ക് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി അലാ നഫ്സിഹി വ മാലിഹി വ വലദിഹി. ഒരു വിശ്വാസി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, തന്റെ സ്വന്തം കാര്യത്തിലും തന്റെ സമ്പത്തിന്റെ വിഷയത്തിലും തന്റെ സന്താനങ്ങളുടെ വിഷയത്തിലും. ഹത്താ യൽഖല്ലാഹ തആല, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് പരലോകത്തേക്ക് അവൻ യാത്രയാകുന്നത് വരെ പരീക്ഷണങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. വെറും പരീക്ഷണങ്ങളല്ല, വമാ അലൈഹി ഖതീഅത്തുൻ, അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കും. അവൻ ക്ഷമയവലംബിച്ചത് കാരണത്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുകൂടി ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും ക്ഷമ എന്നതല്ല പരിഹാരം. ചില പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ അസ്വസ്ഥതയും പ്രയാസവും നമുക്ക് മാറിക്കിട്ടും. വെറുതെ ക്ഷമയവലംബിക്കുന്നതിൽ അർത്ഥമില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ചൂടുകാലമാണ്. നല്ല ചൂടുള്ള സ്ഥലത്ത് ഒരാളിരുന്ന് അസ്വസ്ഥപ്പെടുകയാണ്. അയാൾക്ക് വേണമെങ്കിൽ ഫാൻ ഉള്ളിടത്തേക്ക് മാറിയിരിക്കാം. അതിൽ നിന്നും ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ AC ഉള്ളിടത്തേക്ക് മാറിയിരിക്കാം. അദ്ദേഹത്തിന്റെ മുറിയിൽ AC പിടിപ്പിക്കാം. അതുമല്ലെങ്കിൽ തണുപ്പുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തിന് മാറിയിരിക്കാം. പല പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ, അതിന്റെ പരിഹാരങ്ങളിലേക്ക് പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. എന്നാൽ പരിഹാരങ്ങളില്ലാത്ത ചില സംഗതികളുണ്ട്. അതിൽ ക്ഷമയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാട്, മാതാപിതാക്കളുടെ, മക്കളുടെ, സുഹൃത്തുക്കളുടെ, അയൽപക്കക്കാരുടെ ഒക്കെ വേർപാട്, മരണങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ നാശനഷ്ടങ്ങൾ, പരാജയങ്ങൾ, ഇവിടങ്ങളിലെല്ലാം നാം പൂർണ്ണമായി ക്ഷമയെ അവലംബിച്ചേ മതിയാവും. ഒരിക്കൽ പ്രവാചകൻ നടന്നു പോകവേ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ തന്റെ മകന്റെ കബറിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്, ഹൃദയം പൊട്ടി കരയുകയാണ്. ആ സ്ത്രീയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ക്ഷമയവലംബിക്കുക. പക്ഷെ ആ സ്ത്രീക്ക് പ്രവാചകനെ മനസ്സിലായില്ല. അവര് പ്രവാചകനോട് കയർത്ത് സംസാരിച്ചു, താങ്കൾക്ക് എന്തറിയാം? എന്നെ ബാധിച്ച മുസീബത്ത് താങ്കളെ ബാധിച്ചില്ലല്ലോ. പ്രവാചകൻ കടന്നുപോയി. ഒരു സഹാബി ആ സ്ത്രീയോട് പറഞ്ഞു, അത് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന്. അതറിഞ്ഞ സ്ത്രീക്ക് പ്രയാസം തോന്നി. ആ സ്ത്രീ പ്രവാചകന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അറിയാതെയാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞത്, ഇന്നമസ്വബറു ഇൻദ സ്വദുമത്തിൽ ഊല, ഏതൊരു പ്രയാസഘട്ടത്തിന്റെയും ആരംഭത്തിൽ ക്ഷമിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, വലിയൊരു പാഠമാണ്. ഏതൊരു പ്രയാസത്തിന്റെയും തുടക്കത്തിൽ തന്നെ ക്ഷമയവലംബിക്കാൻ നമുക്ക് സാധിക്കും.